പേടിക്കണ്ട ഞാൻ. എടോ ഇവിടെ ആരിപ്പം വരാനാ, വന്നു പോയാൽ എന്റെ കൃഷിയല്ല. എന്താ 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 അവനെന്റെ തന്തയ്ക്ക് വിളിച്ചു, ഞാൻ സഹിച്ചില്ല. നീ സഹിക്കില്ല, എനിക്കറിയാം. ഇവ എന്റെ തന്തയ്ക്ക് പറഞ്ഞു, എനിക്ക് സഹിച്ചില്ല. നീ സഹിക്കില്ല, എനിക്കറിയാം. എടാ കുട്ടപ്പ, നിന്റെ തന്തയുടെ പേരെന്താ? 8 കുഴി കുട്ടപ്പ കുറുപ്പ്. എടാ തങ്കപ്പ, നിന്റെ തന്തയുടെ പേരെന്താ? 8 കുഴിയിൽ കുട്ടപ്പ കുറുപ്പ്. എടാ അളിയന്മാരെ, നിങ്ങൾ രണ്ടുപേരുടെയും തന്ത ഒന്നല്ലേ? അയ്യോ നേരാണല്ലോ, നമ്മൾ സഹോദരങ്ങളല്ലേ? എന്റെ അമ്മേ, എന്റെ അണ്ണ എന്നെ മന്നിട്ട് വിടപ്പാ. ഈ തന്തയില്ലാത്തവരാണ് ഞങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിച്ചത്. അവൻ പോയി, അവൻ പോയി. ഇന്നലെ 2 ഡസൻ ആപ്പിൾ വാങ്ങിച്ചതാ. ആ തടിയും അളിയൻ എല്ലാം ഒറ്റയ്ക്ക് തിന്നു കളഞ്ഞല്ലോ. എടാ തങ്കപ്പ, എന്തോ അളിയൻ 2 ഡസൻ ആപ്പിൾ തിന്നാണോ വലിയ കാര്യം? 2 ഡസൻ ഫുട്ബോൾ വിഴുങ്ങിയാലും അങ്ങേരുടെ വയറ്റിൽ ഇനിയും സ്ഥലം ബാക്കി കിടപ്പുണ്ടാവും. അവിടെ നമുക്ക് ഒളിമ്പിക്സ് നടത്താം. അയാളൊരു ഹമുക്കാണ്. പതുക്കെ പതുക്കെ പറ, ആന ചെവി അങ്ങേര് കേൾക്കും. ഇനി അത് കൊടുക്കും, നമുക്ക് 50-50. നിന്നെക്കൊണ്ട് ഞാൻ ഒന്നിനും വയ്യാതെ കുട്ടി. കോഴി കോഴി എറിഞ്ഞപ്പോ കോഴി അവിടെ കോഴിയില്ലല്ലോ. പണ്ട് മുതൽ ഒരു കൊച്ചു കോഴിയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അളിയാ, കോഴി നമുക്ക് പൊരിക്കാം. ഇടാ പന്ന മുതലാളി, നീ എന്നെ തല്ലിയിട്ട് ഇവിടെ വന്ന് കണ്ണാടി വെച്ചൊരു ഒളിച്ചിരിക്കുകയല്ലേ? നിന്നെ ഞാൻ പോലെ മുതലാളി,
എനിക്ക് നിന്നെ എങ്ങനെ ശിക്ഷിച്ചേ പറ്റൂ. നീ എന്റെ മുതലാളിയായി പോയില്ലേ കാലമാടാ. Hello, how are you? Fine. Buddy. Sota. Hello, stop. How beautiful. Action, sir. ഈ ഓണം കേറാൻ മൂലയിൽ ഇങ്ങനെയും ഒരു സൗന്ദര്യധാമമോ? മാഡം, ഞാൻ മലയാള സിനിമാ സംവിധായകൻ എൽ പച്ചായൻ. ഞങ്ങൾ മറ്റേ ഞാൻ സംവിധാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. കഥാ, തിരക്കഥാ, സംഭാഷണം, ഗാനങ്ങൾ, സംവിധാനം, ഇതുവരെ എല്ലാ ആൾക്കാരും എത്തിയിട്ടുള്ളൂ. ഞാൻ അതിനപ്പുറവും കടന്നിരിക്കുകയാണോ? ഛായാഗ്രഹണം, ചിത്ര സംയോജനം, എഡിറ്റിംഗ്, വേഷാലങ്കാരം, വസ്ത്രാലങ്കാരം, സ്റ്റണ്ട്, സ്റ്റുണ്ട്, ഗുണ്ട്, പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, സംഗീതം, മ്യൂസിക്, ഡാൻസ്, എല്ലാം ഈ ഞാൻ തന്നെ. ഈ ചിത്രത്തിൽ പാടുന്നതും നായകനായിട്ട് അഭിനയിക്കുന്നതും ആരാണ് സഹോദരിക്ക് അറിയണ്ടേ? അതും ഈ ഞാൻ തന്നെ. നോ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. സഹോദരി അങ്ങനെ പറയരുത്. സഹോദരിയെ ഞാൻ കോടമ്പാക്കത്ത് കൊണ്ടുപോയി ഒരു വലിയ താരമാക്കും. സഹോദരിക്ക് ഹേമമാലിനിയാകണോ, ശ്രീദേവിയാകണോ, സീമയാകണോ, മേനകയാകണോ, ആരാകണം? എന്നെ ഇപ്പൊ താൻ ഒന്നും ആക്കണ്ട. നിന്നെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി. ഞാൻ മുഖച്ഛായ മാറ്റിക്കളയും. മലയാള സിനിമയുടെ തന്നെ പോലുള്ള അലവിലുള്ള മുഖച്ഛായാണ് ആദ്യം മാറ്റേണ്ടത്. ഇതെന്റെ ബിസിനസ് മാനേജർ ആൽബർട്ടോ മൊറാബിയോ കുഞ്ചു. താങ്ക് യു. അല്ലളിയ, ഈ കുറഞ്ഞ സാഹിബിന് ഏത് കാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത്? നിന്റെ അമ്മയുടെ കാട്ടിൽ നിന്ന്. ഹൂ ഈസ് ഇറ്റ് തല്ലിപ്പൊളികൾ? അറിയോ? ഈ തല്ലിപ്പൊളികൾ എന്റെ ഭാര്യയുടെ ആംഗളമാരാണ്. കച്ചോളി തങ്കപ്പൻ, കുണ്ട്ര കുട്ടപ്പൻ. ഇവർ വലിയ നാടകക്കാരായിരുന്നു. ഇവരെ സ്റ്റേജിൽ കണ്ടാൽ നാട്ടുകാർ ചെരിപ്പൂരി എറിയും. ഏറുകൊണ്ട് ചായണ്ടാന്ന് കരുതി ഞാനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ഈ നാട്ടിലെ തല്ലിപ്പൊളികളെ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ജനിച്ചത്, വളർന്നത്, പാടിച്ചത് എല്ലാം ഫ്രാൻസിൽ ആണ്. എന്റെ അച്ഛൻ ആൽബർട്ടോ മൊറാബിയോ. അവനെ ഉണ്ടാക്കിയ അവന് തന്റെ ഒരു ഫ്രഞ്ചുകാരനാണ്. അപ്പൊ ഈ ഫ്രഞ്ചുകാരൻ കുഞ്ചുവായത്? അമ്മ കാളിക്കുട്ടി. എന്ത്? അമ്മ കാളക്കുട്ടിയോ? അളിയ, കാളക്കുട്ടി എന്നല്ല ഈ തൊപ്പിക്കാരൻ പറഞ്ഞത്, കാളിക്കുട്ടി. അതെ 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 അതെ. സായിപ്പേ, അളിയൻ അടുത്തിരിക്കുന്നത് എന്റെ നല്ല കാലം പോയി. ഇല്ലെങ്കിൽ ഇടിച്ച് ഞാൻ എന്റെ കുഞ്ചി ഒടിച്ചേനെ. കാളിക്കുട്ടി. കാളിക്കുട്ടി എന്റെ അമ്മ. അച്ഛൻ ആൽബർട്ടോ മൊറാബിയോ ഇവിടെ വന്ന് കാളിക്കുട്ടിയെ ലവ് ചെയ്തു. ലവ് ചെയ്തു തീർന്നപ്പോൾ കാളിക്കുട്ടിയുടെ വയറ്റിൽ ഒരു കൊച്ചു കുഞ്ചു. ദാറ്റ് ഈസ് മീ. എന്താണിത്? അമ്മാവ, എന്റെ ഒരു കൂട്ടുകാരി കോളേജിൽ വെച്ച് എടുത്തതാണ് ഈ ഫോട്ടോ. ആരെടുത്താലും ഇതൊരു ഫോട്ടോ പോലെയുണ്ട്. നല്ല ചേർച്ച. ഇവർ രണ്ടുപേരും ഒരു നാടകത്തിൽ നായികന്മാരെ അഭിനയിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാം? അമ്മാവന്മാര് തുടങ്ങി വെച്ച നാടക കമ്പനി നാട്ടുകാർ എറിഞ്ഞു പൊളിച്ചു. ഏതായാലും ഇത് ഭദ്രമായിട്ട് വെച്ചോ. ആ പിന്നെ നിന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ കുണ്ടറ അമ്മാവനും ഈ തച്ചോളി അമ്മാവനും എന്നും നിനക്ക് കൂട്ടുണ്ടാവും. പിന്നെ വലിയ ഇളയനെ ഇക്കാര്യം അറിയിക്കണ്ട, പിന്നീട് അറിയിക്കാം. വഴി കഴുകിയിട്ട് വാ. ചിക്കൻ ഇത് പെട്രോൾ തീർന്നിട്ട് 5-6 വർഷമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നോക്ക്,
വഴിയുണ്ട്. വാ. തങ്കപ്പ വെറുതെ വെള്ളം കളയാടാ. ചെടിക്കൊഴിക്ക്. ചെടിക്കൊഴിക്കാൻ. ഈറ്റിപ്പണ്ടാര്. ഹലോ, എന്റെ പാച്ചുപിള്ളേ. സ്റ്റോപ്പ് ഇറ്റ്. എടാ തച്ചോളി തങ്കപ്പ, ഞാൻ പഴയ നാടക സംവിധായകൻ പാച്ചുപിള്ളയല്ല. ഇപ്പോൾ മൈ നെയിം ഈസ് അല്ല ആശാനെ, നമ്മുടെ നാടക കമ്പനി പൊളിച്ചിട്ട് ആശ ഒരു മുങ്ങുകയാണല്ലോ. പിന്നെ ഇപ്പോഴാണല്ലോ പൊങ്ങുന്നത്. ഇതുവരെ എവിടെയായിരുന്നു? സിനിമ കോടമ്പാക്കം മദ്രാസ് 24. എന്നിട്ട് ആശാൻ പടമ്പല്ലോ സംവിധാനം ചെയ്ത് പപ്പടമാക്കിയോ? ഇല്ലടാ, ഒരു സ്ക്രിപ്റ്റ് എഴുതി 2-3 ആപ്പ ഊപ്പ പടമെടുത്തു എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ ചാക്കിലാക്കുകയും പറ്റി. പ്രതിഫലമൊന്നും തരികയില്ലെന്ന് അയാൾ പറഞ്ഞു. ആഹാരം എന്ത് വേണേലും കഴിച്ചോളാൻ, എന്നോട് എത്ര വേണേലും കഴിച്ചോളാൻ, പക്ഷേ ചോദിക്കരുതെന്ന്. കാശ് ചോദിക്കരുതെന്ന്. ഓടാ കണ്ടാക്രസേന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഒരൊറ്റ പോ. എന്താ ആശാനെ? ആരടാ ഇവൻ? അത് ഞങ്ങളുടെ അളിയന്റെ പെങ്ങടെ മകനാ, ഒരു ലിപ്യൻ. ഈ കഴിവ് വേറിട മോൻ ഫ്രോഡാണ്. എനിക്ക് സിനിമയിൽ ചാൻസ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ 100 രൂപയും വാങ്ങി മദ്രാസിലെ ഒരു ബാർബർ ഷാപ്പിൽ എന്നെ പകുതി ചെരപ്പിക്കാൻ ഇരുത്തിയിട്ട് കടന്നു കളഞ്ഞവനാണ് ഈ നാറി. നീ വെറുതെ അതൊന്നും പറഞ്ഞ് ഞങ്ങളുടെ പൂച്ചിടരുത്. ഒന്ന് പോ ബാക്കി.